ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 3 മാസത്തോളമായി ഈ ഒരു സോളാർ സിസ്റ്റം നമ്മളെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. വൈദ്യുതി ചാർജൊക്കെ പൊതുവെ സാധാരണക്കാർക്ക് വലിയൊരു ബുദ്ധിമുട്ടായ സമയത്ത് ഇങ്ങനെയുള്ള സോളാർ സിസ്റ്റം തീർച്ചയായിട്ടും ഓരോ വീടുകളിലും അനിവാര്യമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയും ദിവസങ്ങളും ദിനങ്ങളും തോറും നമ്മളുടെ ഈ വൈദ്യുതി ചാർജൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സബ്സിഡിയൊക്കെ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തി ഓരോ ആളുകളും കഴിവിൻ്റെ പരമാവധി അവരുടെ കഴിവിനനുസരിച്ചുകൊണ്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കും ഇതുപോലുള്ള കറണ്ട് വൈദ്യുതി ബില്ല് കുറക്കാനും അതോടൊപ്പം നമുക്ക് വളരെ ലാവിഷായി നമ്മളെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാനും ഇത് പറ്റും എന്നുള്ളതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പ്രേക്ഷകരായ ഞങ്ങളോട് പറയാനുള്ളത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രഭാകരൻ. നെസ്ഡേജോടി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനെന്നുള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പെരിന്തൽമണ്ണയ്ക്ക് അടുത്ത് കുന്നക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളിവിടെ ഒരു 3 kW ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 6000-7000 രൂപ വരെയൊക്കെ കറണ്ട് ബില്ല് വരുന്ന വീടുകളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് ഇത്. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് V-Guardൻ്റെ 3 kW ഇൻവെർട്ടർ, അതുപോലെ തന്നെ വാരിയുടെ ബൈഫേഷ്യൽ മോണോപ്പർക്ക് 540 വാട്ട്സിൻ്റെ 6 പാനലൊക്കെ വെച്ചിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ എർത്തിങ് കാര്യങ്ങളും ലൈറ്റിനിങ് അറസ്റ്ററും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചെയ്തൊരു വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇതുവരെ ഒരു ഏകദേശം 2 മാസത്തോളമായിട്ട് നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും നമ്മളെ കസ്റ്റമർ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതെന്നാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ടോപ്പിൽ നമുക്ക് ഇവിടെ ഒരു ചെരിഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട്, ഷിംഗിൾസൊക്കെ വെച്ചിട്ടുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. 6 പാനലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 540 വാട്ട്സിൻ്റെ വാരിയുടെ ബൈഫേഷ്യൽ മോണോപ്പർക്ക് പാനൽ. അപ്പോൾ നമുക്ക് ഈ സൈറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗമാണ് നമ്മളെ കിഴക്ക് ഭാഗം വരുന്നത്. കിഴക്ക് ഭാഗത്ത് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. ഒരു 9 മണിക്ക് ശേഷം 9 മണി 10 മണിയോളം ആണ് നമുക്ക് ഈ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് പ്രൊഡക്ഷൻ കിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷം നമുക്ക് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വെയിൽ ഷെയ്ഡ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഈ ഒരു സൈറ്റിൽ ഏകദേശം 19 യൂണിറ്റോളം പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട്. 3 kW ആണെന്നുള്ളത് കാര്യം ഓർക്കണം. കാരണം സാധാരണ നമുക്കൊരു 3 kW സിസ്റ്റം മാക്സിമം ഒരു 15 യൂണിറ്റ് നല്ല പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് പ്രൊഡക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അത്രയും യൂണിറ്റ് പ്രൊഡക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു സൈറ്റാണ്, ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ കസ്റ്റമർ റിവ്യൂവും കാര്യങ്ങളൊക്കെ കേൾക്കാം. പിന്നെ ഇപ്പോൾ നിലവിലിപ്പോൾ ഈ പാനലിന് കുറച്ച് പൊടി പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ തന്നെ കാണാം, നല്ല രീതിയിൽ പൊടി പിടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അവർ കഴിഞ്ഞ ഒരു 2-3 മാസത്തിന് മുമ്പാണ് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് കമ്മീഷനും കഴിഞ്ഞ് നെറ്റ് മീറ്റർ മാറ്റി ഒരു 2 മാസത്തിന് മുകളിലായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ പൊടിയും കാര്യങ്ങളൊക്കെ മാക്സിമം വരുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യൽ നിർബന്ധമാണ്. ഒരു മാസം കൂടുമ്പോഴെങ്കിലും അല്ലെങ്കിൽ 2-3 ആഴ്ച കൂടുമ്പോഴെങ്കിലും പാനലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പ്രൊഡക്ഷൻ കറക്റ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു വ്യത്യാസം പ്രൊഡക്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മുമ്പ് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഒന്നും വലിയൊരു പ്രൊഡക്ഷന് എന്തായാലും നമുക്ക് ഗ്രാഫ് കാണാം. അത് ഈ പാനലൊന്നുകൂടി നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കിട്ടുമായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാ കസ്റ്റമേഴ്സും ഇതുപോലെ സോളാർ വെച്ചിട്ടുള്ളവരും അതുപോലെ തന്നെ വെക്കാൻ പോകുന്നവരൊക്കെ പാനലിൽ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. അത് ജസ്റ്റ് ഒരു 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിലോ ഇടയ്ക്കൊന്ന് കയറി നോക്കി പൊടി ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണമല്ല. ജസ്റ്റ് മോപ്പ് വെച്ചിട്ട് പോക്കറ്റ് വെള്ളം കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് മോപ്പ് തുടപ്പ് വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. വേറെ ഒന്നും മെയിനായിട്ട് അധികമൊന്നും കൂടുതലും ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും ഇപ്പോൾ റെഗുലറായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ കൂടുതൽ വേറൊന്നും കെമിക്കലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അത്രയും നമ്മൾ ഈ സ്ട്രക്ചറിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സ്ട്രക്ചർ കണ്ടിരിക്കും. ഒന്നരയുടെ പൈപ്പും കാര്യങ്ങളും അപ്പോൾ അവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നീറ്റായിട്ട് വൃത്തിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബൈഫേഷ്യൽ മോണോപ്പർക്ക് പാനലാണ്, വാരിയുടെ പാനലാണ്. നമ്മൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 540 വാട്ട്സിൻ്റെ പാനൽ 49.61 VOC വരുന്നത്. അതുപോലെ തന്നെ 13.83 ആംപിയർ വരുന്നുണ്ട്. VMP വരുന്നത് 41.75. അതുപോലെ തന്നെ IMP വരുന്നത് 12.95 ആംപിയർ വരുന്നത്. നല്ല രീതിയിൽ അതിൻ്റെ കേബിൾ ടൈം കാര്യങ്ങളൊക്കെ വെച്ച് ISI മാർക്ക് വരുന്ന പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ നീറ്റായിട്ട് അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലൈറ്റിനിങ് അറസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചർ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ. അതിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് സ്ട്രക്ചർ അർത്ഥം കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട്
പിന്നെ നമുക്ക് ഇൻവെർട്ടറും അതിൻ്റെ ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. താഴെ ഭാഗത്താണ് ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അതായത് നമുക്ക് താഴേക്ക് പോകാം. അപ്പോൾ നമ്മൾ പാനലിൽ നിന്നുള്ള DC കേബിൾ അതുപോലെ തന്നെ എർത്തിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ താഴേക്ക് കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ ഇൻവെർട്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് നമ്മൾ ഷീറ്റ് മേഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ മഴ കൊള്ളാതെ ഇതുപോലെ ഷീറ്റൊക്കെ മേഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സൗകര്യമാണ്, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത് V-Guardൻ്റെ 3 kVയുടെ 3 kW ഓൺ ഗ്രിഡ് ഇൻവെർട്ടറാണ്. 10 വർഷം ഓൺ സൈറ്റ് സർവീസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ്. സോൾ സ്മാർട്ട് എന്ന് പറഞ്ഞ മോഡലാണ്. അത് വൈഫൈയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ലോഗറൊക്കെ ഉണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുതന്നെ നമ്മളതിൻ്റെ DC ബോക്സും AC ബോക്സും, അതിൽ DC ബോക്സ് നമുക്ക് സ്നൈഡർ അതുപോലെ തന്നെ എൽമാക്സ് എന്ന് പറഞ്ഞ SPDയും കാര്യങ്ങളൊക്കെ MCB FPDയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ABBയുടെ ബ്രേക്കറാണ് വരുന്നത്. അതുപോലെ തന്നെ ഫൈൻഡർ എന്ന് പറയുന്ന ബ്രാൻഡിൽ അതിൻ്റെ DC നമ്മുടെ SPD ഒക്കെ വരുന്നുണ്ട്. അതുപോലെ എർത്ത് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് നമ്മളതിൻ്റെ കാര്യങ്ങൾ വർക്കും കാര്യങ്ങളൊക്കെ കേബിൾ ട്രീയും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി. അതുപോലെ തന്നെ ഇതാണ് നമ്മളെ എർത്ത് ചേമ്പറും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ എർത്തും കാര്യങ്ങളൊക്കെ സെറ്റാക്കി നല്ല നീറ്റായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കട്ടയ്ക്ക് കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് നമ്മളതിൻ്റെ എർത്തും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത്. അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തെ മൊത്തത്തിലുള്ള. ഇനി നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോൾ സ്മാർട്ട് എന്ന് പറയുന്ന മോഡൽ, സോൾ സ്മാർട്ട് 3000 എന്ന് പറഞ്ഞ മോഡലാണ്. 550 DC വോൾട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. 65 വോൾട്ട് മുതൽ 550 വോൾട്ട് DC വരെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഉദാഹരണം പറയുന്നത് നമുക്ക് 2 പാനൽ വെച്ചിട്ട് വരെ നമുക്ക് ഈ ഒരു ഇൻവെർട്ടർ സെറ്റ് ചെയ്യാനാണ് ഉദാഹരണം. ഒരു 2 പാനൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 90-80 വാട്ട്സിൻ്റെ മുകളിൽ നമുക്ക് DC വോൾട്ട് കിട്ടും. അപ്പോൾ അത് 80 വോൾട്ടിൻ്റെ മുകളിൽ DC വോൾട്ട് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റൺ ചെയ്യിക്കാം. അപ്പോൾ മിനിമം 2 പാനലുകൾ വെച്ചിട്ട് തന്നെ ഇതുപോലുള്ള ഇൻവെർട്ടർ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ പാനൽ ആഡ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. മാക്സിമം 550 DC വരുന്നത്. പക്ഷേ എന്നാലും നമുക്ക് മാക്സിമം ഒരു 3000, 3500, 4000 വാട്ട്സ് വരെയൊക്കെ നമുക്ക് പാനൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ലോഗറാണ്, വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ഡേറ്റയോടെയുള്ള ഡാറ്റ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ കസ്റ്റമർ റിവ്യൂ കാര്യങ്ങളൊക്കെ നിർക്കാം. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ കസ്റ്റമർ ഷാനവാസ് സാറ്. അപ്പോൾ ഇദ്ദേഹം ഗൾഫിലായിരുന്നു, ഇപ്പോൾ ലീവായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിലിപ്പോൾ നമുക്ക് ഏകദേശം പ്രൊഡക്ഷനും കാര്യങ്ങളും അതുപോലെ തന്നെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ സോളാറിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം. സാർ നമസ്കാരം. നമസ്കാരം. സാറിന് പരിചയപ്പെടുത്താം നമ്മളെ പ്രേക്ഷകർക്ക്. പേര്? എൻ്റെ പേര് ഷാനവാസ്. ഞാൻ കുന്നക്കാവാണ് പ്രദേശം, പെരിന്തൽമണ്ണ പഞ്ചായത്ത്, പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ. ഓക്കെ. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 3 മാസത്തോളമായി ഈ ഒരു സോളാർ സിസ്റ്റം നമ്മളെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നിലവിൽ വളരെ സന്തോഷം തോന്നുകയാണ്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് വൈദ്യുതി ചാർജൊക്കെ പൊതുവെ സാധാരണക്കാർക്ക് വലിയൊരു ബുദ്ധിമുട്ടായ സമയത്ത് ഇങ്ങനെയുള്ള സോളാർ സിസ്റ്റം തീർച്ചയായിട്ടും ഓരോ വീടുകളിലും അനിവാര്യമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വളരെ നല്ല രീതിയിൽ നമുക്ക് തന്നെ വളരെ ഒരു ലാവിഷായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനും അതിനൊരു തടസ്സം കൂടാതെ നമ്മളെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാനും അതിലൂടെ പറ്റുമെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സോളാർ സിസ്റ്റത്തിലൂടെ നമുക്ക് സാധ്യമായിട്ടുള്ളത്. എന്തുകൊണ്ടും ഇത് ഓരോ വീട്ടുകാരും ഏറ്റവും ചുരുങ്ങിയ 1 യൂണിറ്റോ അല്ലെങ്കിൽ 2 യൂണിറ്റൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വന്നാൽ അത് അവർക്ക് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാവുമെന്നതിൽ യാതൊരു തർക്കവും ഇല്ല. അതിന് പ്രത്യേകിച്ച് നമ്മുടെ പ്രവീണ് ഞങ്ങളെ ഈ ഒരു പ്രദേശത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട്, ഒന്ന് കറണ്ട് പോവുക, അതോടൊപ്പം ഈ ഒരു ഭാഗങ്ങളൊക്കെ നല്ല സൂര്യപ്രകാശത്തിൻ്റെ ചെറിയൊരു തടസ്സമുള്ള ഏരിയയാണ്. എന്നാൽ പോലും നമുക്കൊരു 10-20 യൂണിറ്റ് വരെ നമുക്ക് ചില ദിവസങ്ങളിൽ പ്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം. കാരണം നിലവിൽ 3 യൂണിറ്റാണ് നമുക്ക് 3 കിലോ വാട്ടാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഈ കറണ്ട് കട്ട് ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഈ ഒരു സൂര്യപ്രകാശത്തിൻ്റെ തടസ്സം ഉണ്ടായിട്ട് പോലും നമുക്കൊരു 20 യൂണിറ്റിലധികം ഇതിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നത് തന്നെയാണ് ഇതിൻ്റെ വലിയൊരു ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയമെന്ന് മനസ്സിലാക്കുകയാണ്. കാരണം അത്രയും യൂണിറ്റ് നമുക്കിതിൽ നിന്ന് ഒരു ദിവസം നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ പ്രൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ആളുകളും ഇതിലേക്ക് കടന്നു വന്ന് ഇനിയും ദിവസങ്ങളും ദിനങ്ങളും തോറും നമ്മളുടെ ഈ വൈദ്യുതി ചാർജൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ
വളരെ പെട്ടെന്ന്, പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സബ്സിഡിയൊക്കെ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തി ഓരോ ആളുകളും കഴിവിൻ്റെ പരമാവധി അവരുടെ കഴിവിനനുസരിച്ചുകൊണ്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കും ഇതുപോലുള്ള കറണ്ട് വൈദ്യുതി ബില്ല് കുറക്കാനും അതോടൊപ്പം നമുക്ക് വളരെ ലാവിഷായി നമ്മളെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാനും ഇത് പറ്റും എന്നുള്ളതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പ്രേക്ഷകരായ ഞങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ സാറിന് ഇപ്പോൾ മുമ്പ് എത്ര രൂപയുടെ ബില്ലാണ് ഉണ്ടായിരുന്നത്? ഏകദേശം എനിക്ക് ഒരു 2500-3000 രൂപയുടെ ഒരു ബില്ലായിരുന്നു. അപ്പോൾ അത് മന്ത്ലി നമുക്ക് വെക്കുകയാണെങ്കിൽ വലിയൊരു എമൗണ്ടാണ്. അതിൽ നമുക്കിതിന് എക്സ്പെൻസ് ആകെ വരുന്നത് ഏകദേശം ഒരു സബ്സിഡി കഴിഞ്ഞിട്ട് ഒരു 170 നമുക്കിതിനാതിരെ എക്സ്പെൻസ് വന്നിട്ടുള്ളത് മാക്സിമം വരുന്നത്. അതിൽ 10 year വാറണ്ടി കമ്പനി തന്നെ അവർ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി സബ്സിഡി എമൗണ്ട് കൂടുതൽ കിട്ടും. സാറിനും ആ സബ്സിഡി എമൗണ്ട് ബെനിഫിറ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10,000-ന്റെ മുകളിൽ നമുക്ക് സബ്സിഡി എമൗണ്ട് കൂടുതൽ കിട്ടും. ഇപ്പോൾ ഒരു 150-160 ആ റേഞ്ചിലേക്കൊക്കെ എമൗണ്ടിൽ നമുക്കിപ്പോൾ ഇതുപോലുള്ള പ്രൊജക്റ്റുകൾ ചെയ്യാൻ കഴിയും. ഓക്കെ അതെ. അപ്പോൾ അത്രത്തോളം ഒരു പിന്നെ സബ്സിഡി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം. മാത്രമല്ല നമ്മളുടെ ഓരോ മാസവും നമുക്ക് ഇപ്പോഴത്തെ നിലവിൽ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് 3000 രൂപയോളം കറണ്ട് ബില്ല് വരിക എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരന് വലിയൊരു പ്രയാസം തന്നെയാണ്. അപ്പോൾ അതൊരു മിനിമം ഒരു 10 വർഷത്തേക്ക് കമ്പനി തന്നെ അതിൻ്റെ ഓൺ സൈറ്റ് വാറണ്ടി അടക്കം കൊടുക്കുന്നുണ്ട്. എന്ത് കംപ്ലൈൻറ്റ് വന്നാലും അവർ വിളിച്ചാൽ കയ്യെത്തും ദൂരത്ത് നമ്മൾക്ക് വന്ന് നമ്മളുടെ സർവീസ് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തു തരുന്നുണ്ട്. നിലവിൽ യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല. എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മളെ നെസ്ഡ സർവീസുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അവർ വളരെ പെട്ടെന്ന് നമുക്ക് വന്ന് നമ്മളുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് തന്നിട്ടുണ്ട്. അതിലും വളരെ സന്തോഷമാണ് ഒരു കസ്റ്റമർ എന്ന നിലയിൽ. ഓക്കെ എന്തായാലും താങ്ക് യു സോ മച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചത്. ഓക്കെ താങ്ക്സ് ലോട്ട് സർ. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ വ്യക്തമായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. പിന്നെ നമുക്ക് എന്തായാലും ഇപ്പോൾ നിലവിൽ നമുക്ക് പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വൈഫൈ വഴി നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് മൊബൈലിൽ. അപ്പോൾ അതിൽ ഡാറ്റാസും കാര്യങ്ങളും കിട്ടും. മുമ്പത്തെ കഴിഞ്ഞ മാസത്തെയും ഡേറ്റയുടെ എല്ലാ കാര്യങ്ങളും കിട്ടും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഈറ്റോടെ ആയിട്ട് ഇപ്പോൾ ഏകദേശം 7.3 യൂണിറ്റാണ് പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ പൊടി പിടിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം 8-9 യൂണിറ്റ് വരെ നമുക്ക് ഈ സമയത്ത് ഇപ്പോൾ 1 മണിയായ സമയമായിട്ടുണ്ട്. ഈ സമയത്തിന് 9 യൂണിറ്റുകളൊക്കെ പ്രൊഡക്ഷൻ കിട്ടേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഡാറ്റാസ് എടുക്കാം. ഡേ ടു ഡേ ആയിട്ട് ഇപ്പോൾ നമുക്ക് ഏറ്റവും മാക്സിമം യൂണിറ്റ് വന്നിട്ടുള്ളത് 19.2 യൂണിറ്റ് വരെ പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ആക്കിയുള്ള സമയം തോന്നുന്നുണ്ട്. നല്ല പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത്. പിന്നെ ചില ദിവസങ്ങൾ നല്ല ഇവിടെ കറണ്ട് എപ്പോഴും പോകുന്നൊരു പ്രശ്നമുണ്ടല്ലേ? തീർച്ചയായും കറണ്ട് പോകുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ വ്യത്യാസം പ്രയാസം. കറണ്ട് നന്നായിട്ട് പോകുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഇവിടെ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. തണലില്ലാത്ത കുറച്ചുകൂടി നല്ല സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇന്നലെ 12.90 യൂണിറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പൊടിയുണ്ട്. ഇന്നലെയൊക്കെ നല്ല പൊടിയുണ്ട്. ഇപ്പം ഇന്ന് നോക്കുമ്പോൾ തന്നെ നല്ല പൊടിയുണ്ട്. പിന്നെ കഴിഞ്ഞ മാസത്തെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 18.10 20 യൂണിറ്റിൻ്റെ അടുത്ത് എന്തായാലും പ്രൊഡക്ഷന് വന്നിട്ടുണ്ട്. നമുക്ക് സാധാരണ ഗതിയിൽ ഒരു 3 kW സിസ്റ്റത്തിന് ഒരു 15 യൂണിറ്റാണ് മാക്സിമം. വെയിൽ നല്ല രീതിയിൽ വരുന്ന ദിവസങ്ങൾ 15 to 16 യൂണിറ്റാണ്. ഇത് ഏകദേശം ഒരു 18-19 യൂണിറ്റോളം പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട്. ആവറേജ് 12 യൂണിറ്റ് മുകളിൽ എന്തായാലും പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ എത്രയാണ് നമ്മൾ ഈ ഒരു 3 kW ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം. ഇപ്പോൾ നമുക്ക് എന്തായാലും ഏറ്റവും കൂടുതൽ നമുക്ക് കറണ്ട് ബില്ല് ലാഭിക്കാൻ കഴിയുക ഇതുപോലുള്ള ഓൺ ഗ്രിഡ് ചെയ്യുമ്പോൾ. ഇപ്പോൾ മുമ്പൊക്കെ നമുക്ക് ഏകദേശം 2 ലക്ഷം രൂപയോളം നല്ല രീതിയിൽ ഇതുപോലുള്ള മോണോപ്പർക്കും അതുപോലെ തന്നെ ബൈഫിഷ്യലൊക്കെ പാനൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ 2 രൂപയുടെ മുകളിലൊക്കെ എമൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് സബ്സിഡിയൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1,40,000-50,000 ആ റേഞ്ചിലൊക്കെ എമൗണ്ട് വരുള്ളൂ. മുൻപ് ഏകദേശം 44 രൂപ ആ റേഞ്ചൊക്കെ ആയിരുന്നു സബ്സിഡി ഉണ്ടായിരുന്നത്. ഇപ്പോൾ 54 രൂപ അതിൻ്റെ മുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളൊരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. എന്തായാലും ഇതുപോലെ ഒരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം. ഞാൻ പ്രവീൺ പ്രഭാകരൻ, സൈനിങ് ഓഫ്.